ഹലോ മൈ ഡിയർ ഓൾ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നല്ലേ? അതൊരു സ്പെഷ്യൽ ദോശയാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം തന്നെ ഒരു ഗ്ലാസ് ബാജറിയും ഒരു 1/4 ഗ്ലാസ് ചെറുപരിപ്പും കൂടിയിട്ട് നന്നായി കഴുകി വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. അരക്കണ കൂട്ടത്തിൽ ഒരു സ്പൂണ് ഉലുവയും കൂടി ചേർത്തു. ആ ഉലുവ ആക്ച്വലി തലേ ദിവസം രാത്രി തന്നെ ഒരു 1/2 സ്പൂണ് ഉലുവ അതിൻ്റെ കൂടെ ഇട്ടാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ ഉലുവയൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ ഉലുവ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണ് ഉലുവയിട്ട് വെള്ളം തിളപ്പിച്ചിരുന്നു. അതിൻ്റെ കട്ട് അരിച്ച് മാറ്റി വെച്ച ഉലുവ ഉണ്ടായിരുന്നു. പെട്ടെന്ന് കണ്ടു അത്. അപ്പോൾ അതെടുത്തിട്ട് അതിൻ്റെ കൂടെ ഇട്ട് അരച്ചതാണ് കേട്ടോ. വേവിച്ച ഉലുവയല്ലേ, പച്ചയ്ക്ക് ഉലുവ ഇട്ടതാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയത് തന്നെ. ഇതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങളും കൂട്ടിയിട്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 2 പച്ചമുളകും, ഒരു കഷ്ണം ഇഞ്ചിയും, ഒരു ഉള്ളിയും, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും, കുറച്ച് കൊത്തമല്ലിയുടെ ഇലയും. അത് നന്നായിട്ട് കുനുകുനാന്നരിയണം കേട്ടോ. മാവ് അരച്ചത് കുറച്ച് ലൂസായിട്ടാണ് നമുക്ക് വെക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കുറച്ച് വലുതായിട്ട് അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുകളിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങി കിടക്കും ദോശയുടെ. അപ്പോൾ അത് കാണാനും ഒരു സുഖം ഉണ്ടാവില്ല, കഴിക്കാനും ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കുനുകുനാന്ന് അരിയണമെന്ന് പറഞ്ഞത് കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് അരിഞ്ഞിട്ട് അതിൽ ചേർക്കുക. നല്ല ചൂട് കാലത്താണ്, ഈ മാർച്ച് മാസത്തിലാണ് കുറച്ച് ജൗവരിയും ബാജറിയും ഒക്കെ വാങ്ങിച്ചത്. അതുകൊണ്ട് നമുക്ക് ദോശയോ ചപ്പാത്തിയോ റൊട്ടിയോ ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോഴാണ് ഇവിടുത്തെ ആൾക്കാർ എന്നോട് പറഞ്ഞത്, ഈ ബാജറ ചൂട് കാലത്ത് കഴിക്കാൻ പാടില്ല, ഇത് ബോഡി ഹീറ്റ് കൂട്ടുന്നു. അപ്പോൾ ബാജറ അവിടെ അങ്ങോട്ട് മാറ്റി വെച്ചു. ഇപ്പോൾ മഴയൊക്കെ പെയ്തൊന്ന് തണുത്തില്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ബാജറ എടുത്തിട്ട് അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അങ്ങനെയാണ് ആദ്യം ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഇവിടെ മഹാരാഷ്ട്രയിലെ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ ഈ ജൗരിയും ബാജറയൊക്കെ ബാക്കറി ഉണ്ടാക്കി കഴിക്കും. ഇത് ഒരു തരം റൊട്ടി തന്നെയാണ്, കൈ കൊണ്ടാണ് അവർ പരത്തിയത്. നല്ല രസമാണ് അത് പരത്തുന്നതൊക്കെ കാണാൻ. ഞാൻ ഒരുപാട് പ്രാവശ്യം ശ്രമിച്ച് നോക്കിയിട്ടുണ്ട്. എനിക്കതൊട്ടും കയ്യിൽ വശമാവണില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. നമുക്ക് കഴിക്കുകയല്ലേ വേണ്ടൂല്ലേ. കേട്ടോ, ഈ കൺസിസ്റ്റൻസിയിലായിരിക്കണം മാവ്. അപ്പോൾ അങ്ങനെ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. അത് ചൂടായി ഒന്ന് എണ്ണയൊക്കെ പുരട്ടി കൊടുത്തതിന് ശേഷം മാവ് ഒഴിക്കാം. പിന്നെ അതിൻ്റെ മേലെ ഞാൻ കുറച്ച് എണ്ണ തൂവിയിട്ടുണ്ട്. നോൺ സ്റ്റിക്കിലാണെങ്കിൽ എണ്ണ കൂടാതെ നമുക്ക് ചുട്ടെടുക്കാം, നന്നായിട്ട് വരും അത് കേട്ടോ. പക്ഷെ എണ്ണയായിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അതിന് ഞാനൊരു 3 തക്കാളി ചെറുത്, ഒരു ഉള്ളി, ഒരു 3 കപ്പൽ മുളക്, പിന്നെ ഒരു 2 ഇല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കണ്ടം തുണ്ടായിട്ട് അങ്ങോട്ട് മുറിക്കുക. എന്നിട്ട് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ ഉള്ളിയുടെയും തക്കാളിയുടെയും ഒക്കെ പച്ച മണം ഉണ്ടല്ലോ, അത് കംപ്ലീറ്റായിട്ട് മാറണം. അതുവരെ വഴറ്റണം. അപ്പോഴേ ആ ചട്നിക്ക് ടേസ്റ്റ് നന്നായിട്ടുണ്ടാവുള്ളൂ കേട്ടോ. ചിലവരിൽ പുളി ഇടും പറയും, പക്ഷെ എനിക്ക് പുളി ഇടാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ചമ്മന്തിക്ക്. ജോലി ചെയ്യണ കാലത്ത് ഞാൻ ഈ ചമ്മന്തി ലഞ്ചിനൊക്കെ കൊണ്ടുപോകുമായിരുന്നല്ലോ ചില സമയത്ത്. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ചമ്മന്തി കൂട്ടാൻ. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് പറയും ഉണ്ടാക്കി കൊണ്ടുവരാനത്. ഞാൻ അപ്പോൾ ഇഡ്ഡലിയോ ദോശയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ ഈ ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയിട്ട് ഓഫീസിൽ കൊണ്ടുപോകാറുണ്ട് അന്നൊക്കെ. ഇത് വഴറ്റുന്ന സമയത്ത് തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വഴറ്റി കിട്ടും കേട്ടോ. നമ്മുടെ ദോശ ഉണ്ടാക്കലും ഒന്നുകൂടി കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. ഞാൻ ആദ്യം ഒരു ദോശ ഉണ്ടാക്കിയിട്ടുള്ളൂ, ഇനി ബാക്കിയുള്ള ദോശയൊക്കെ ഉണ്ടാക്കണ്ടേ നമുക്കെല്ലാവർക്കും കഴിക്കേണ്ടതല്ലേ. അപ്പോൾ തുടങ്ങാം അല്ലേ. കൂടെ ചട്നി മരച്ചുകൊണ്ട് വന്നു. ഒരു റെഡിഷ് കളറിൽ, ഓറഞ്ചിഷ് കളറിൽ, എന്ത് ഭംഗിയല്ലേ കാണാൻ ആ ചട്നി. നിങ്ങളൊക്കെ ഇങ്ങനെ ഈ ചട്നി ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തണം കേട്ടോ. എപ്പോഴൊന്നും ഞാൻ ഈ ചട്നിയിൽ ഇങ്ങനെ താളിക്കാറില്ല. പക്ഷേ ഇന്ന് കുറച്ചൊരു സെമി സോളിഡ്
രൂപത്തിൽ ഉണ്ടാക്കിയതുകൊണ്ട് ഒരു ചട്നി പോലെ ആക്കിയിട്ടുണ്ട്, ചമ്മന്തി പോലെയല്ല. അതുകൊണ്ട് ഞാൻ അതിൽ ഒന്ന് താളിച്ചിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ചട്നിയും റെഡിയായി. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസും കൂടിയിട്ട് എൻ്റെ വീഡിയോയിൽ രേഖപ്പെടുത്തണേ നിങ്ങൾ. അതല്ലേ എന്നെ വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ പ്രേരിപ്പിക്കുക. അപ്പോൾ വരൂ എല്ലാവരും, നമുക്ക് ബാജ്രയുടെ ദോശ കഴിക്കാം.